ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അണകവിയുന്നഴലാഴിയാഴും എന്നിൽ പ്രണയമുദേച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകനെൻ്റെ ദൈവമല്ലോ. പണ്ഡിത പാമര ബാലവൃദ്ധ ഭേദമന്യേ ഈ ലോകത്തിന് മുഴുവൻ അനുരൂപനായി നിലകൊണ്ട തൃപാദങ്ങളുടെ പാദപാംസുക്കളിൽ അനന്തകോടി പ്രണാമം. ഗുരുദർശനത്തിൻ്റെ അനന്തതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ മാതാവിൽ തുടങ്ങി പിതാവിലൂടെ പ്രിയ ആചാര്യന്മാരിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആചാര്യ പരമ്പരയ്ക്ക് ഒന്നാകെ പ്രണാമം. ആറുകാലിക്കൽ പടിഞ്ഞാറ് 3294 നമ്പർ ശാഖായോഗത്തിലെ ബഹുമാന്യരായ ശാഖായോഗം പ്രസിഡന്റ്, സെക്രട്ടറി, വനിതാ സംഘം, കുമാരി സംഘം, യൂത്ത് മൂവ്മെൻറ്റ് തുടങ്ങിയ പോഷക സംഘടനകളുടെ ബഹുമാന്യരായ ഭാരവാഹികൾ, ഈ ശാഖായോഗത്തിലെ ബഹുമാന്യരായ അംഗങ്ങൾ, ഇന്ന് എന്നെ ശ്രവിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുഭക്തർ, ഇന്നിവിടെ വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന ശ്രീ സജിത് സത്യരാജൻ ശരത് ഭവൻ അവറുകൾ, ഇന്നിവിടെ എന്നെ കേൾക്കുവാൻ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. നമസ്തേ. ഞാൻ നിങ്ങളോടാണ് നമസ്തേ പറഞ്ഞത്. നമ്മളോട് ഒരാൾ നമസ്തേ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നമസ്തേ പറയണം, അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഉള്ളിലും നമ്മളോട് നമസ്തേ പറയുന്ന ആളുടെ ഉള്ളിലും കുടിയിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ വന്ദിക്കുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? നമസ്തേ എന്ന് പറയുന്നത്. നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുചെന്നാക്കുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ അച്ഛനും അമ്മയും കൂടി ഒരു കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയി വിടുമ്പോൾ, രാവിലെ ആവുമ്പോൾ അവനോട് സ്വാഭാവികമായൊരു കാര്യം പറയും. എന്ത് പറയും? മോനെ, നീ നന്നായി പഠിക്കണം, ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് നന്നായിട്ട് പഠിക്കണം, നല്ല കൂട്ടുകൂടണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആകണമെന്നൊക്കെ അല്ലേ പറയാറില്ലേ? അങ്ങനെയുള്ള അച്ഛനമ്മമാരല്ലേ ഇവിടെയും ഉള്ളത്. അല്ലാതെ നീ ഏറ്റവും ഉഴപ്പി പഠിച്ചാൽ മതി, ഫൈനൽ എക്സാമിന് ജസ്റ്റ് പാസ്സായി, മാർക്ക് വാങ്ങിച്ച് പാസ്സായാൽ മതി എന്ന് പറയുന്ന ഏതെങ്കിലും അച്ഛനമ്മമാർ ഇവിടെ ഉണ്ടോ? ഇല്ല. എല്ലാ അച്ഛനമ്മമാരും പറയുന്നത് ഫസ്റ്റ് എത്തണമെന്ന് തന്നെയാണ്, അല്ലേ? എന്നിട്ട് നമ്മൾ എല്ലാ പൊതുവേദികളിലും ചെന്നിട്ട് ആ കുട്ടികളെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ കൊണ്ടിരുത്തും, അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാ? അതിൻ്റെ അർത്ഥമാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ഒരു കുഞ്ഞിനെ ഒരു വേദിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും മുൻനിരയിൽ കൊണ്ടുവന്നിരുത്തണം. ഏതൊരു പരിപാടിക്ക് ചെന്നാലും കാണാം അവിടെ കുറച്ച് മുൻപിലത്തെ സീറ്റ് കാലിയായി കിടക്കുന്നത്. എന്താ? അവർ വന്നിരുന്ന പോലെ കുറച്ച് പേരൊന്ന് മുമ്പിലേക്ക് കയറിയിരിക്കാമോ? അപ്പോൾ പിന്നീട് വരുന്നവർക്ക് പുറകിലേക്ക് ഇരുന്നാൽ മതി. അവർ ഇത്രയും പേരെ ഫേസ് ചെയ്ത് അവർ ചിലപ്പോൾ വീട്ടിൽ പോയി കളയും, ഇത്രയും ഫ്രണ്ടിൽ വന്നിരിക്കേണ്ടതെന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കാം. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്, നിങ്ങൾ ആരും ഇവിടെ വന്നത് കോട്ടയത്ത് നിന്നൊരു കൊച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫോട്ടോ ഈ നോട്ടീസിൽ കണ്ടതിൻ്റെ പേരിലല്ല, മറിച്ച് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ കുറിച്ച് എന്തോ കാര്യമായിട്ട് പറയുവാൻ വരികയാണ് എന്ന് വിചാരിച്ചിട്ടാണല്ലേ? അല്ലാണ്ട് ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സും ഞാൻ ഇട്ടുകൊണ്ട് വരുന്ന മാലയും വളയും നോക്കാനല്ലല്ലോ നിങ്ങളാരും വന്നത്. മറിച്ച് ഗുരുവിനെ കുറിച്ച് അറിയുവാൻ വന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് ഇനി ഒരു മണിക്കൂർ നേരം, ഇപ്പോൾ 7 മണിയായി, ഇനി ഒരു മണിക്കൂർ നേരം ഞാൻ പറയുന്ന ചെറിയ കാര്യങ്ങൾക്ക് ചെവി കൊടുത്ത് മനസ്സും ശരീരവും ഒക്കെ
ഒക്കെ ഇവിടെ നിർത്തി ഗുരുവിലേക്ക് അർപ്പിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയാൽ അതെൻ്റെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്കും സഹോദരന്മാർക്കുമൊക്കെ അറിയുവാൻ സാധിച്ചാൽ അതെന്നെ പഠിപ്പിച്ച ആചാര്യ പരമ്പരയുടെ മാത്രം ശ്രേഷ്ഠത കൊണ്ടാണെന്നും ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മളിവിടെ വിഷയമായി എടുത്തിരിക്കുന്നത് ശ്രിതാനാം ശുദ്ധി ഹേതവേ എന്ന 2 പദമാണല്ലേ. നോക്കുമ്പോൾ എന്താ 2 പദം മാത്രമേ ഉള്ളൂ. ഇത് 2 സംസ്കൃത പദങ്ങളാണ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയോ അല്ലേ? കേട്ടിട്ടില്ലേ? നമ്മൾ എവിടെയാ കേട്ടത്? ഗുരുഷഡ്കത്തിലെ ആദ്യ പദ്യത്തിലെ 2ാമത്തെ വരിയിലെ വാക്കുകളാണിവ. നമ്മൾ നിത്യപ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഗുരുഷഡ്കം. ഗുരുഷഡ്കം ആര് രചിച്ചതാ? അപ്പോ ഈ പറഞ്ഞ ഗുരുഷഡ്കം എന്ന കൃതി രചിച്ചിരിക്കുന്നത് ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസി ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികളാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് കാരണഭൂതനാകുന്നവൻ എന്നാണ്. ഗുരുവിനെ നമ്മൾ തേടിച്ചെന്നാൽ നമുക്ക് മനസ്സിലാകും, ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈശ്വരാർത്ഥം പ്രവർത്തിക്കുന്നവരെ ഈശ്വരൻ നോക്കിക്കോളും. അത് ഗുരു പറഞ്ഞ വാക്കാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിന് തീർച്ചയായും ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. പണ്ട് ഭഗവാൻ മരുത്വാമലയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച സുബ്രഹ്മണ്യ കീർത്തനത്തിലെ 12ാം പദ്യത്തിൽ സ്വാമി വിവരിക്കുന്നുണ്ട്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു, തട്ടി തട്ടി പെരുക്കി പെരുവിളി അതിലാക്കിയിടുവാൻ പിന്നയാട്ടെ, കഷ്ടം ദീനം പിടിച്ചും മതിരയതു കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. കുറച്ചുകൂടി മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ സഹോദരങ്ങളെ താഴെ മദ്യം കുടിച്ചോ രോഗത്തിന് അടിമപ്പെട്ടോ ഒക്കെ രാവിലെ പ്രഭാതത്തിൽ ഉണരുവാൻ അവരെന്താണ് അവരുടെ ഉള്ളിലുള്ള ആത്മസത്യമെന്ന് തിരിച്ചറിയാൻ പറ്റാതെ കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ ആത്മസാക്ഷാത്കാരത്തിൽ ഞാൻ അമരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് കുറച്ച് കഴിഞ്ഞ് മതി. കാരണം എനിക്കവരെ അവരുടെ ഉള്ളിലുള്ള ആ ചൈതന്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ദൈവമല്ല എന്ന് നമ്മൾ പേരെടുത്തു പറയുവാൻ ആഗ്രഹിക്കാത്ത ചില പൗരപ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പറയുമ്പോൾ ഒന്ന് ചിന്തിക്കണം. ഞാൻ മതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജാതിയുടെ ഇതിലൊന്നും പറയുകയല്ല. മറ്റ് മത അനുയായികൾ ആരാധിക്കുന്ന ദൈവങ്ങളെ അവർ ദൈവമല്ല മനുഷ്യരാണ് എന്ന് എന്തുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് ചരിത്രം ആരംഭിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും, മറ്റ് മതത്തിലുള്ള അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളെ മനുഷ്യനാണ് എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മറിച്ച് നമ്മുടെ ഗുരുവിനെ പറയുന്നുണ്ട്. അന്ധവിശ്വാസികളെ പോലും നമുക്കറിയാം. സഹോദരൻ കെ അയ്യപ്പൻ, ദൈവം വേണ്ട എന്ന് പറഞ്ഞു നടന്ന അയ്യപ്പൻ സമാധി ഗാനം എന്ന ഒറ്റ കൃതിയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നു ഗുരുവായിരുന്നു അയ്യപ്പൻ്റെ ദൈവമെന്ന്. ഇങ്ങനെ ആശ്രയിക്കുന്നവരുടെ ഒക്കെ ശുദ്ധിക്ക് സ്വാമി കാരണഭൂതനായിട്ടുണ്ട്. ഗുരുവിനെ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗുരു എങ്ങനെയാണ് ആശ്രയിക്കുന്നവരുടെ ശുദ്ധിക്ക് കാരണഭൂതനായി തീർന്നത് എന്നറിയണമെങ്കിൽ നമ്മൾ ഗുരുവിനെ പഠിക്കണം. ഇങ്ങനെ ഗുരുവിനെ പഠിക്കണമെങ്കിൽ അതിന് കുറച്ച് മാർഗങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരും. നമ്മൾ ഗുരുവിനെ പഠിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഗുരുവിനോട് അതിനൊരു പെർമിഷൻ വാങ്ങിക്കണം. അടുത്ത് ചെന്നിട്ട് പറയണം, സ്വാമി എനിക്ക് ഗുരുവിനെക്കുറിച്ച് അറിയണമെന്ന ആഗ്രഹമുണ്ട്, ഭഗവാൻ എനിക്ക് അതിന് വേണ്ടുന്ന മാർഗങ്ങൾ കാട്ടിത്തരണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അതിന് വേണ്ടുന്ന 3-4 വഴികൾ ഇങ്ങനെ തെളിഞ്ഞു വരും. അതിലാദ്യം ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താൻ പോകുന്നത് പഠന ക്ലാസ്സുകൾ ഇന്ന് പല ശാഖായോഗങ്ങളുടെ കീഴിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പഠന ക്ലാസ്സുകളിൽ ചെന്നിരുന്നാൽ നമുക്ക് ഗുരുവിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. അവിടെയുള്ള ആചാര്യന്മാർ പറഞ്ഞു തരും. പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഗുരു ശിഷ്യന്മാർ രചിച്ച
ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ഗുരുവിനെ കുറിച്ച് മനസ്സിലാകുമെന്ന്. പിന്നെയും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഗുരു ശിഷ്യന്മാരുടെ കൃതികൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുമെന്ന്. പിന്നെയും കുറച്ചുകൂടി ചിന്തിക്കുമ്പോൾ 1924 ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞുകൊടുത്ത് ഗുരുവിൻ്റെ സംസ്കൃത പണ്ഡിതനായ ശിഷ്യൻ ആത്മാനന്ദ സ്വാമി എഴുതിയെടുത്ത് എല്ലാ ദിവസവും ഗുരുവിനെ കാണിച്ച് തെറ്റുതിരുത്തി എടുത്തതുമായ 10 സർഗങ്ങളും 295 ശ്ലോകങ്ങളും അടങ്ങുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ടുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ പേര് നമ്മുടെ മുന്നിൽ തെളിയും. ഏതാണത്? അറിയാമോ? ശ്രീനാരായണ ധർമ്മം. കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നതെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഈ ശ്രീനാരായണ ധർമ്മം കയ്യിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കാമോ? കുറച്ച് പേരുണ്ട്. ഈ ശ്രീനാരായണ ധർമ്മം പൂർണ്ണമായി വായിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരാളുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. 1 കോടി ദിവാകരരൊത്തുയരുന്ന പ്രഭയോടുകൂടിയ സ്വാമി സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും പല മിന്നാമിനുങ്ങുകളുടെയും പുറകെ പോകുന്നവരാണ് നമ്മളെല്ലാവരും. എന്നിട്ട് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ഉടനെ പറയും, സ്വാമി എന്നെ കൈവിട്ടില്ലേ എന്ന്, അല്ലേ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പാടും, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നും കരകേറ്റിയിടണേ. എന്നിട്ട് ആരെയാ വിളിക്കുന്നേ? തിരുവൈക്കം വാഴും ശിവശംഭോ. എന്നിട്ട് എന്തെങ്കിലും തെറ്റുകൾ പറ്റിപ്പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ ഉടനെ പറയും, ഗുരുസ്വാമി എന്നെ കൈവിട്ടെന്നല്ലേ. ഗുരുവിനെ അറിഞ്ഞ് ഗുരുമാർഗത്തിലൂടെ ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഹൃദയത്തോട് ചേർത്തു നിർത്തും. പിന്നീട് ഗുരുവിനെ പഠിക്കുവാനുള്ള മാർഗം അന്വേഷിക്കുമ്പോൾ വരുന്നത് 64 പരം കൃതികളുണ്ട്. ഭഗവാന്റെ തൃക്കരങ്ങളാൽ വിരചിതമായ 64 പരം വരുന്ന കൃതികൾ. അതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇന്ന് പല പാരടിപ്പാട്ടുകളുമാണ് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗുരുദേവ കൃതികളെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച 64 പരം വരുന്ന ആ കൃതികളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം കുറച്ചു നേരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബോറടിക്കുവാണേ പറയണേ കേട്ടോ. അപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും, ഗുരുവിൻ്റെ കൃതികളിൽ മിക്കതിലും ഉള്ളത് ശാന്തരസമാണ്. നമ്മൾ സിനിമകളിലും മറ്റും കണ്ടിട്ടുള്ള രസമാണ് നവരസം എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ? ജഗതി ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ നവരസങ്ങളോടൊപ്പം ചില ആലങ്കാരികന്മാർ പരിഗണിച്ചിട്ടുള്ള ഭക്തിരസത്തെ ഈ ശാന്തിരസം പരിപോഷിപ്പിക്കുകയാണ്. ഗുരുവിൻ്റെ സ്തോത്രകൃതികൾ നോക്കുമ്പോൾ മനസ്സിലാകും, അതിൻ്റെ എല്ലാത്തിൻ്റെയും പര്യവസാനം ശാന്തരസത്തിലാണെന്ന് നമുക്ക് കാണാം. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ കോലധീരേശസ്തവം. മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥത്വനയാണെൻ്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ശാന്തമായിട്ട് കൊണ്ടുവന്ന് നിർത്തിയതാ. ഗുരുവിന് അത് ഉഗ്രരൂപത്തിൽ അവസാനിപ്പിക്കാമായിരുന്നു, പക്ഷേ ശാന്തമായ രസത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച് നിർത്തി. ഇത് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഗുരുവിൻ്റെ 64 കൃതികളിലും ഇത്തരത്തിൽ തന്നെയാണ് ഭഗവാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നീട് കാളി നാടകത്തിലേക്ക് വരുമ്പോൾ ദേവീരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗത്ത് ഭഗവാൻ അവിടെ ശൃംഗാരരസമാണ് കൊടുത്തിരിക്കുന്നത്. ശാന്തരസവും ശൃംഗാരവും കരുണയും ബീവത്സവും എല്ലാം ഗുരുവിൻ്റെ കൃതികളിലുണ്ട്. ഇതിൽ ഈ പറഞ്ഞ ദേവീരൂപ വർണ്ണനയിൽ ഭഗവാൻ ശൃംഗാരത്തിന് പ്രാധാന്യം കൊടുത്തു. നമ്മൾ ഭദ്രകാളി അഷ്ടകത്തിലേക്കും വരുമ്പോൾ, ഏതാണ് ഭദ്രകാളി അഷ്ടകം? നമ്മൾ ചൊല്ലുന്നതാണല്ലേ, ശ്രീമച്ചങ്കര പാണി പല്ലവ കിരൽ ലോലംബമാലോലസൻ മാലാലോല കലാപകാള കബരീ ഭാരാവലി ഭാസുരീം കാരുണ്യാമൃതവാരി രാശിലഹരി പീയൂഷ വർഷാവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേം. അമ്മമാര് നിത്യ എല്ലാ ദിവസങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന കൃതിയല്ലേ ഭദ്രകാളി അഷ്ടകം? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും, അമ്മമാരെല്ലാവരും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്നതല്ലേ? എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കാറില്ലേ? ഉണ്ട്. എത്ര മണി തൊട്ട് എത്ര മണി വരെ പ്രാർത്ഥിക്കും?
എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ആകെ ചോദിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം മാത്രമല്ലേ. 6 തൊട്ട് 7 വരെ ആയിരിക്കുമല്ലോ. ഈ 7 കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഈ 7 മണി കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരുടെ ഉത്തരം എനിക്ക് വേണ്ട. ഈ അമ്മമാര് ഈ 7 മണി കഴിയുമ്പോൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ ചിരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ എവിടെ ചെന്ന് ഈ ചോദ്യം ചോദിച്ചാൽ അവിടുത്തെ അമ്മമാർ ആദ്യം എന്നെ നോക്കി ചിരിക്കും. എന്നിട്ട് അവർ മിണ്ടാതിരിക്കും. അപ്പോൾ പുറകിൽ നിന്ന് ഒരുപാട് ഒച്ചയങ്ങ് വീഴും. അത്രയും നേരം അവർ മിണ്ടത്തില്ല. പക്ഷേ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആനന്ദമാണ്. അവർ പറയും സീരിയൽ കാണുമോ, അല്ലാതെ എന്ത് ചെയ്യാനാ? അത് തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നേ? സീരിയൽ കാണുമല്ലേ ചെയ്യുന്നേ? സാന്ത്വനം, പിന്നെ ഏതാ കുടുംബവിളക്ക്. അതാണ് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, ശരിയായിട്ടുള്ള കാര്യം അല്ലേ? ഇത് ഞാൻ കാണുന്നതല്ല, അതെൻ്റെ അമ്മൂമ്മയാണ്. അമ്മൂമ്മ പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കാണാറില്ല കേട്ടോ. എന്നോട് എവിടെ പോയാലും പറയും, നീ ഇത് പറയുവാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരത്തില്ലെന്ന് പറയും. പക്ഷേ പാവം, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇന്നേ വരെ അമ്മ സീരിയൽ കണ്ടിട്ടില്ല. ഇങ്ങനെ സീരിയൽ കാണുന്ന അമ്മമാരായിരിക്കും ഇവിടെ കൂടുതലും ഉള്ളതല്ലേ. നോക്കൂ, അവരുടെ മുഖത്തേക്ക് നോക്കൂ, തിരിഞ്ഞ് നിങ്ങളൊന്ന് നോക്കി. അവരുടെ മുഖത്ത് എന്തൊരു സന്തോഷമാണ് ആ അച്ഛന്മാരുടെ. നിങ്ങളിത് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അമ്മമാരിങ്ങനെ സീരിയൽ കാണുന്ന സമയത്ത് കൂടെ കുറച്ച് കൊച്ചു മക്കൾ കാണും അല്ലേ. വഴക്ക് പറഞ്ഞ് അവരെ ആദ്യം പഠിക്കാൻ കൊണ്ടിരുത്തും. പക്ഷെ പഠിക്കാനിരുന്നാലും ഈ കുരുത്തം കെട്ട പിള്ളേർ എന്ത് ചെയ്യും? ഡോറിനിടയിൽ കൂടെ ഒളിഞ്ഞ് സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. കുടുംബവിളക്കെന്ന് പറഞ്ഞിട്ട് അമ്മായിയമ്മ എങ്ങനെ കൊല്ലണം, ഭർത്താവിനെ എങ്ങനെ പറ്റിക്കണം, ഇതൊക്കെയല്ലേ പറയുന്നേ. അല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. സാന്ത്വനത്തിലാണെങ്കിൽ ശിവനും പാർവതി വാരാ, ശിവനും അഞ്ജലി. കണ്ടോ, കറക്റ്റായിട്ട് പേര് വരെ അറിയാം. ശിവനും അഞ്ജലിയും തമ്മിൽ അടിയുണ്ടാക്കുന്നു അല്ലേ. ഇതൊക്കെ തന്നെയല്ലേ. ഇതെല്ലാം ഈ പിള്ളേർ കണ്ടുപിടിച്ചിട്ട് നാളെ ഇതെല്ലാം ഇവർ ചെയ്യുമ്പോൾ കുറ്റം മൊത്തം ആർക്കാ? കുറ്റം മൊത്തം അവർക്ക് അല്ലേ. ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചില്ലേ? ഇതൊക്കെയല്ലേ അവരോടും ചോദിക്കുന്നേ. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ ആ സീരിയൽ കാണണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ റിപ്പീറ്റേഷൻ വരുമല്ലോ. ആ സമയത്തിരുന്ന് കണ്ടോ. പക്ഷേ ആ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള സമയത്ത് അവർക്ക് ഗുരുവിൻ്റെ കൃതികൾ, ദൈവദശകമൊക്കെ പോലെയുള്ള കൃതികൾ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ ഒരു 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെ അത് മനഃപ്പാഠമാക്കാൻ തുടങ്ങും. അങ്ങനെ ഗുരുദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു തലമുറയെ നാം വാർത്തെടുക്കേണ്ട ആവശ്യം ഉയർന്നു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമുക്കറിയാം, ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമായ അദ്വൈത ദർശനം എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു കുട്ടി പോലും നാളത്തെ തലമുറയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. കാരണം നാളെ ഈ ബയോളജിയൊക്കെ പോലെ ഒരു വിഷയമായി ചിലപ്പോൾ ശ്രീനാരായണ ധർമ്മം മാറിയേക്കാം. ഇന്ന് 10ാം ക്ലാസ്സുകാരൻ്റെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകത്തിൽ കേവലം ഒരു പേജിൽ ഒരു പാരഗ്രാഫോ 2-3 സെൻറ്റൻസായി ഒതുങ്ങി നിൽക്കുന്ന ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ആ സൂര്യൻ്റെ പ്രഭാവം എത്ര നാൾ നമ്മളിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് നടക്കും? ഇന്ന് ഭഗവാന്റെ പ്രഭാവം മറച്ചു വെക്കുവാൻ പലരും ശ്രമിക്കുമ്പോൾ ഒരു നാൾ ആ മറയെല്ലാം നീക്കി ഈ സൂര്യൻ ഉദിച്ചുയരുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരികെ വരാം. അതുകൊണ്ട് ഇന്ന് തൊട്ട് അമ്മമാർ സീരിയൽ കാണാതെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമോ? എവിടെ അല്ലേ. ഞങ്ങൾക്ക് സീരിയൽ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ടെൻഷനാണ് രാത്രി കിടന്ന്. അഞ്ജലിക്ക് എന്ത് പറ്റി, ശിവൻ എന്ത് പറ്റി അല്ലേ, ഇതൊക്കെ അറിയണ്ടേ അല്ലേ. പക്ഷേ ഭഗവാന്റെ മക്കളായി നമുക്ക് അവരെ മാറ്റിയെടുക്കണം. ഇന്ന് പതിവിന് വിപരീതമായി ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. അതിന് തീർച്ചയായും അഭിനന്ദിക്കേണ്ടത് അവരുടെ അമ്മമാരെയും അച്ഛന്മാരെയും തന്നെയായിരിക്കും. കാരണം ഇന്ന് നമ്മുടെ ശാഖായോഗങ്ങളിൽ പരിപാടി നടന്നാൽ കുഞ്ഞുങ്ങളെ വിട്ടയക്കാത്ത അച്ഛനമ്മമാരുള്ള സമൂഹമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ഇനി ഇത്രയും കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ അതിന് നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് അഭിനന്ദിക്കാതെ വയ്യ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗുരുവിൻ്റെ കൃതികളെ കുറിച്ചിട്ടാണ്. കാളി നാടകത്തിലും ഭദ്രകാളി അഷ്ടകത്തിലുമൊക്കെ ശൃംഗാരം പറഞ്ഞപ്പോൾ ഭഗവാൻ ശിവശതകത്തിലെ കാമിനി ഗർഹണ ഭാഗത്ത് ബീഭത്സരസത്തിന് സ്ഥാനം കൊടുത്തത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ ഉള്ള നമ്മുടെ അവസ്ഥ തൊട്ട് നമുക്ക് അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു കൂട്ട് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. ഏതാണെന്നറിയാമോ? നമ്മുടെ ജനനത്തിന് അമ്മയുടെ വയറ്റിൽ നിന്നും വെളിയിലേക്ക് വരുന്ന ആ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴികയ്ക്ക് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, നമുക്ക് ആരായിരുന്നു കൂട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു തരുന്നൊരു കൃതിയുണ്ട്. പിണ്ഡനന്ദി. ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ഡം എപ്പേരുമൻ പൊടു വളർത്ത കൃപാലുവല്ലി. ഗുരു ചോദിക്കൂ, എത്ര കൃപയോടെയാ എൻ്റെ ആ പിണ്ഡത്തെ ഭഗവാൻ അന്ന്
വളർത്തിയത് എന്ന്. അമ്മയുടെ വയറ്റിലേക്ക് ആ പിണ്ടം കൊണ്ടുവന്നിട്ടിട്ട്, പിണ്ടമെന്ന് പറഞ്ഞാൽ ശരീരമെന്ന, ആ ശരീരത്തിൻ്റെ ആ ഒരു അംശത്തെ കൊണ്ടുവന്നിട്ടിട്ട് അതുവഴി അങ്ങ് പോയില്ല, മറിച്ച് 9 മാസവും 9 ദിവസവും 9 നാഴിക 9 വിനാഴിക പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചില്ലേ? ഇന്ന് നമ്മളെല്ലാവരും ജീവനോടുകൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ നമ്മൾ നോക്കിയതല്ലേ കാരണം? ആ പിണ്ടനന്ദിയിൽ കരുണരസത്തിനാണ് ഗുരു പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ട് എങ്കിൽ നമുക്കതിനൊരു പ്രയോജനം കിട്ടണം അല്ലേ? ഈ കൊച്ചുമക്കളൊക്കെ TV കാണുമ്പോൾ അച്ഛനമ്മമാർ വഴക്ക് പറയും, നീ എന്തിനാ ഈ ഒരു പ്രയോജനമില്ലാത്ത സാധനം കാണുന്നത് അല്ലേ? പക്ഷെ അവർക്കതൊരു എൻ്റർടൈൻമെൻറ്റാണ്, അവർക്ക് അങ്ങനെ ഒരു പ്രയോജനം അതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പണം ലഭിക്കുന്നുണ്ട് എന്ന പ്രയോജനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിനൊരു പ്രയോജനമുള്ളത് കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അല്ലേ? അല്ലാതെ പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ഇന്നേ വരെ നമ്മൾ ആരും ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ കവിത എഴുതുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? നമ്മൾ സാധാരണക്കാരാണ്, നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? കുറേ പൈസ കിട്ടും, കുറേ പേര് അറിയും, ഇതൊക്കെ നമുക്കറിയത്തുള്ളൂ. പക്ഷേ മമ്മടൻ കാവ്യപ്രകാശത്തിൽ പറഞ്ഞിരിക്കുന്നത് കാവ്യപ്രയോജനം എന്ന നിലയിൽ കവിക്ക് യശസ്, ധനം, ലോകപരിജ്ഞാനം, അനർത്ഥ നിവാരണം, ആനന്ദം, ഉപദേശം, ഇത്രയും കാര്യങ്ങൾ ലഭിക്കുമെന്നാണ് മമ്മടൻ കാവ്യപ്രകാശത്തിൽ പറയുന്നത്. പക്ഷേ ഗുരുവിൻ്റെ കാവ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഋഷിയായ ഭഗവാൻ ഇതൊന്നും കാംക്ഷിച്ചല്ല കാവ്യരചന നടത്തിയത്. ഗുരുവിൻ്റെ എല്ലാ കൃതികളും സഹജ പ്രതിഭയുടെ സ്വയം പ്രകാശനികളായിരുന്നു എന്ന് നമുക്ക് കാണാം. ഗുരുവിൻ്റെ ഏതൊരു പദ്യം വായിക്കുന്ന ആളുടെ മനസ്സിലേക്കും അത് ആഴത്തിൽ ഊർന്നിറങ്ങുന്നതിന് പ്രധാന കാരണം എന്താണ്? അതിൻ്റെ പദ്യഘടനയാണ്. ഉള്ളും വെളിയും നിറഞ്ഞ അനുഭൂതി ആവിഷ്കരിക്കുമ്പോൾ പദങ്ങൾ തിങ്ങിത്തുളുമ്പി നിൽക്കുന്ന കാഴ്ച എല്ലാ കൃതിയിലും നമുക്ക് കാണാം. ഉദാഹരണം പറയുവാനാണെങ്കിൽ ഗുരു 5 വൃത്തങ്ങൾ ഉപയോഗിച്ച് എഴുതിയൊരു കൃതിയുണ്ട്, മണ്ണന്തല ദേവീസ്തവം. അതിൽ 5 വൃത്തങ്ങളാണുള്ളത്. അതിലെ ആദ്യത്തെ വൃത്തം ശരിക്കും പറഞ്ഞാൽ ചിലർ പറയുന്നത് അതിൻ്റെ ആദ്യത്തെ വൃത്തം കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഡോക്ടർ ടി ഭാസ്കരൻ സാർ അവറുകൾ പറഞ്ഞിരിക്കുന്നത് മയൂര ലളിതം എന്ന് പറയുന്ന വൃത്തത്തിലാണ് മണ്ണന്തല ദേവീസ്തവത്തിലെ 1ാമത്തെ പദ്യം എഴുതിയിരിക്കുന്നത് എന്നാണ്. 2ാമത്തെ പദ്യം വരുന്നത് കുസുമമഞ്ജരി എന്ന വൃത്തത്തിലാണ്. ഈ 1ാമത്തെ പദ്യം എന്ന് പറയുന്നത് ഗുരു അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്, മണിക്കുട വിടുർത്തി മലർ തൂവി മണമെല്ലാം കൃണിക്കപചിതിക്രിയ കഴിച്ചു ഗൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾഗതായേ. അമ്മയോട് പറയുകയാണ്. അമ്മയെ ഗുരു നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ് ആ ആദ്യത്തെ പദ്യത്തിലൂടെ. പിന്നീട് കുസുമ മഞ്ജരിയിലേക്ക് വന്നപ്പോൾ അതിന് താളം മാറി. തിങ്കളും ത്രിദിശ ഗംഗയും തിരുമുടിക്കണിഞ്ഞു തെളിയുന്ന നൽ തിങ്കൾ നേർമുഖി ദിഗംബരന്റെ തിരുമൈ പകുത്ത ശിവമേനിയേ. ഇങ്ങനെ ഗുരു മണ്ണന്തല ദേവീസ്തവം എഴുതിയിരിക്കുകയാണ്. നോക്കൂ എത്ര മനോഹരമായിട്ടാണ് ഗുരുവിൻ്റെ ഓരോ കൃതിയും അതിലെ വൃത്തങ്ങളും പോയിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോഴും ഇതൊന്നും പഠിക്കാനായിട്ട് സമയമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പാരടിപ്പാട്ടുകൾക്ക് പുറകെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഗുരുവിൻ്റെ ആ പദ്യഘടനയുടെ പ്രത്യേകത, അത് നമ്മുടെ മനസ്സിനെ വളരെയേറെ സ്പർശിക്കുന്ന രീതിയിലാണ്. ആദ്യ കവിയുടെ ആദ്യ ശ്ലോകവും വേദമന്ത്രങ്ങളും മുതൽ അത്യന്തം ഗഹനമായ ദർശനമാല വരെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലെല്ലാത്തിലും നിരനിരയായി നിരന്നു വരുന്ന പദങ്ങൾ ഇതിനുദാഹരണങ്ങളാണ് എന്ന്. പിന്നീട് കാളി നാടകത്തിലേക്ക് വരുമ്പോൾ നമോ നാദ ബിന്ദുആത്മികേ നാശയീനേ നമോ നാരദാദീഡ്യ പാദാരവിന്ദേ നമോ നാൻ മറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നാൻ മുഖാദി പ്രിയാംബ നമസ്തേ. അതിലെ ഭഗവാൻ വളരെ മനോഹരമായി പാടുന്നൊരു വരിയുണ്ട്. നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചെറ്റുമില്ലാതെ വാണും ചിരന്നാൽ കഴിഞ്ഞാലുമില്ലൊരു നാശം കുറഞ്ഞൊന്നറിഞ്ഞിടരായെന്ന ഹോഘോര രൂപം മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതെന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരുണ്ടു ലോകേ. കാളി എന്നോർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഉഗ്രരൂപമുണ്ടല്ലേ.
പണ്ട് തൊട്ട് ചിത്രകാരന്മാർ വരച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപം കണ്ടിട്ടില്ലേ? ഇപ്പോഴും കാളി എന്ന് പറയുമ്പോൾ ആ രൂപം തന്നെയല്ലേ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ അമ്മയെ കുറിച്ചറിയുമ്പോൾ ഗുരു പറയുകയാണ്, അവിടെ അമ്മയുടെ ശരിയായ രൂപം, അമ്മയുടെ ഭാവം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ അത്തരത്തിലുള്ള ആ ഭീകര രൂപമൊക്കെ മാഞ്ഞു പോവുകയാണ്. പക്ഷേ ഇതൊക്കെ തിരിച്ചറിയാൻ മാത്രം ശക്തിയുള്ളവർ ഈ ലോകത്തിൽ ആരാണ് എന്നാ ഗുരു ചോദിക്കുന്നത്. പിന്നീട് ശിവശതകത്തിലേക്ക് വരുമ്പോൾ അതിലെ 5-ാമത്തെ പദ്യം വേണമെങ്കിൽ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നൊക്കെ പാടാം. ഗുരു അവിടെ പറയുകയാണ്, ശിവ ശിവ നിൻ തിരുനാമമൂർത്തു കണ്ടാൽ എവിടെയുമൊന്നും ഇതിന്നു തുല്യമില്ല. ഇവ പലതുള്ളിലറിഞ്ഞിരുന്നുമീ ഞാൻ ഇവിടെ ഈ വണ്ണമലഞ്ഞിടുന്നു കഷ്ടം. ശിവഭഗവാന്റെ ആ നാമത്തിനപ്പുറം ഒന്നുമില്ലെന്നറിയാം, എന്നിട്ടും എന്തിൻ്റെയൊക്കെയോ പുറകെ വെറുതെ അലയുകയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ? ആ പരമാത്മ ചൈതന്യത്തിനപ്പുറമായി ഒന്നുമില്ലെന്നറിയാം, പക്ഷെ ഇപ്പോഴും എന്തിനൊക്കെയോ പുറകെ നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് സ്വാമിക്ക് കഷ്ടം തോന്നുകയാണ് മനുഷ്യന്റെ കാര്യത്തിൽ. പിന്നീട് വരുമ്പോൾ സദാശിവ ദർശനം, വിനായകാഷ്ടകം, ഇങ്ങനെ എത്ര കൃതികൾ സ്വാമി രചിച്ചു. ആത്മോപദേശ ശതകത്തിൽ ഗുരു ഉപദേശത്തിന്റെ സ്വരത്തിൽ ഉന്നയിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്. ആണിടേണം, തേറിടേണം, ഭജിച്ചിടേണം എന്നൊക്കെ അത് ചൊല്ലുന്നവർക്ക് അറിയാമായിരിക്കും. ഇതില് ഈ ആണിടേണം എന്ന പദം നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഈ ആണിടേണം എന്ന പദം ശരിക്കും ഭഗവാൻ ആഴുക എന്ന ക്രിയയിൽ നിന്നും ഗുരു തന്നെ സൃഷ്ടിച്ച പദമാണ്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ എത്ര വലിയ കവിയായിരുന്നു സ്വാമി, എത്ര വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു സ്വാമി. കുമാരനാശാൻ ഗുരുസ്തവത്തിൽ പാടുന്നുണ്ട്, അതായത് ഗുരുവിനെ പോലെ ഇത്രയും വലിയ അനുകമ്പയുള്ള മറ്റാരുണ്ട്, ഇത്രയും പരവിജ്ഞാനം നേടിയ മറ്റാരുണ്ട്, ഇതുപോലെ മറ്റുള്ളവരോട് സ്നേഹമുണ്ടായിരുന്ന ആരുണ്ട് എന്നൊക്കെ. പിൽക്കാലത്ത് നമ്മൾ ഇതിൻ്റെ പേരിൽ അടികൂടുമെന്നറിയാവുന്നത് കൊണ്ട് കുമാരനാശാൻ തന്നെ എഴുതി വെച്ചു, ഇങ്ങനെ ഒരാളെ നിങ്ങൾക്കിനി കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് അത് നോക്കി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇങ്ങനെ ഒരാളെ സന്യാസിമാരിലോ ഗൃഹസ്ഥന്മാരിലോ വാനപ്രസ്ഥാശ്രമം നയിക്കുന്നവരിലോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എത്ര മനോഹരമായിട്ടാണ് കുമാരനാശാൻ നമുക്ക് പറഞ്ഞു തന്നെ. എന്നിട്ടും പഠിച്ചില്ല. ഇന്നും ഗുരു മനുഷ്യനാണ് എന്നും പറഞ്ഞ് തമ്മിൽ തല്ലുന്നതാണ് നമ്മുടെ അവസ്ഥ. ഗുരുവിൻ്റെ കൃതികളിൽ ഗുരു കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത് സംഗീത സാന്ദ്രമായ സംസ്കൃത വൃത്തങ്ങളായിരുന്നു. ഗുരുവിൻ്റെ കൃതികളിൽ ഉപയോഗിച്ച വൃത്തങ്ങളുടെയൊക്കെ കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. ഇത് പഠിക്കാനിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ എന്ത് പേരാണെന്ന് ഓർത്തു പോകും. ഗുരുവിൻ്റെ കൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വൃത്തങ്ങൾ നമുക്ക് നോക്കാം. ഭുജംഗപ്രയാതം, ശ്രഗ്ധര, ശാർദൂല വിക്രീഡിതം, വസന്തതിലകം, കുസുമമഞ്ജരി, ദോദകം, മല്ലിക, മത്തേപം, നർക്കുടകം, പഞ്ചചാമരം, മദനാർത്ഥ, പത്യാവൃത്തി, ഉപസ്ഥിതി, വിയോഗിനി, മല്ലിക, മയൂരലളിതം, പിന്നെ മാത്രാവൃത്തമായ ഗീതി, പിന്നെ വിഷ്ണു അഷ്ടകം എന്ന് പറയുന്ന കൃതി ഗുരു രചിച്ചിരിക്കുന്നത് 4 വൃത്തങ്ങൾ കലർന്നു വരുന്ന ഉപജാതിയിലാണ്. അതായത് ഇന്ദ്രവംശ, വംശസ്ഥ, അങ്ങനെ 4 വൃത്തങ്ങൾ കലർന്നു വരുന്ന ഉപജാതിയിൽ വിഷ്ണു അഷ്ടകം രചിച്ചു. അതുകൂടാതെ നമ്മൾ നോക്കുമ്പോൾ ആത്മോപദേശ ശതകത്തിലെ ദർശനഗരിമ, അതിലെ ആ അനുഭൂതി കൂടുതൽ നന്നായി അവതരിപ്പിക്കാൻ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വൃത്തമാണെന്നറിയാമോ? മൃഗേന്ദ്രമുഖം എന്ന് പറയുന്ന ഒരു വൃത്തമാണ് ഗുരു അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ മൃഗേന്ദ്രമുഖത്തെക്കുറിച്ച് വൃത്തമഞ്ജരിയിൽ AR രാജരാജവർമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. മലയാളത്തിൽ ഗുരു മാത്രമേ ഈ വൃത്തം ഉപയോഗിച്ചതായി കാണുന്നുള്ളൂ. നമുക്കറിയാം, ഗുരു രചിച്ചിരുന്ന കൃതികളുടെയൊക്കെ കാലയളവെടുക്കുമ്പോൾ ഇവയൊക്കെ നിയോ ക്ലാസിസത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ക്ലാസിസത്തിൻ്റെയും നിയോ ക്ലാസിസത്തിൻ്റെയും കാലഘട്ടത്തിലായിരുന്നു ഗുരു കൃതികളൊക്കെ രചിച്ചിരുന്നത്. അന്ന് അനുഷ്ഠിപ്പ്, ശാർദൂല വിക്രീഡിതം തുടങ്ങിയ വൃത്തങ്ങൾ മാത്രമേ കവികൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഭഗവാൻ ചടുലതാളത്തിലുള്ള അനവധി വൃത്തങ്ങൾ പ്രയോജനപ്പെടുത്തി. മത്തേപം എന്ന് പറയുന്ന ഒരു വൃത്തമുണ്ട്. ആ വൃത്തം ശരിക്കും ആരും തന്നെ ഉപയോഗിക്കാതിരുന്ന ഒരു കാലയളവിൽ സ്വാമി തൻ്റെ 4 കൃതികൾ എഴുതിയത് ഈ വൃത്തത്തിലാണ്. കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ജനനി നവരത്ന മഞ്ജരി അറിയാമല്ലോ. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്, കേട്ടിട്ടില്ലേ? ആ കൃതി ഗുരു രചിച്ചിരിക്കുന്നത് മത്തേപം എന്ന് പറയുന്ന വൃത്തത്തിലാണ്. ഇങ്ങനെ 4 കൃതികൾ ഗുരു മത്തേപം എന്ന വൃത്തത്തിൽ രചിച്ചിട്ടുണ്ട്. പദപ്രയോഗ കാര്യത്തിൽ ഗുരു കണിശക്കാരനായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം.
കാരണം ദൈവദശകം എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആവിക്കപ്പലിന്റെ പ്രചാരകാലമായിരുന്നു. അന്ന് ഗുരു എഴുതി, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അന്ന് ദൈവത്തെ ആവിക്കപ്പലിനോടാണ് ഗുരു ഉപമിച്ചത്. പിന്നീട് സുബ്രഹ്മണ്യ കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻചാൻ റോട്ടുടയുള്ള ശകടമത് റോട്ടോടെ ഓടിച്ചു വേഗമെന്ന്. ഇവിടെ റോഡ് എന്ന ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതേ കൃതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില അർത്ഥമില്ലായ്മകളാണ് ഈ പറയുന്ന ജര, നര തുടങ്ങിയവയൊക്കെ. ഇവയൊക്കെ ഭഗവാൻ അത്ഭുത വാഹനമായ, ആ വേഗക്കൂടുതലിനെ കാണിക്കുവാൻ അന്നത്തെ അത്ഭുത വാഹനമായ റെയിലിനോടാണ് ഗുരു ഉപമിച്ചത്. ഇങ്ങനെ അർത്ഥം വ്യക്തമാക്കുന്നതിന് വേണ്ടി സംസ്കൃതം, തമിഴ് തുടങ്ങിയ പദ്യങ്ങൾക്ക് പുറമേ ഗുരു ഉപയോഗിച്ചത് ഇംഗ്ലീഷ് പദങ്ങളായിരുന്നു. അന്ധവിശ്വാസികളെ പോലും വിശ്വാസിയായി ഭഗവാൻ മാറ്റിയിരുന്നു. അതിനുദാഹരണമായി പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് പരവൂർ കേശവൻ വേദാന്തി എന്ന ഗുരുദേവ ശിഷ്യനെ കുറിച്ചാണ്. അതായത് ഗുരുവിൻ്റെ മഹാസമാധിക്കു ശേഷം നടന്ന ഒരു സംഭവത്തിലാണ് ഈ കേശവൻ വേദാന്തി ഏറെ ശ്രദ്ധേയനാകുന്നത്. ഗുരു സശരീരനായിരിക്കുന്ന സമയത്ത്, അതായത് ഗുരുവിൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ധർമ്മസംഘത്തിൻ്റെ പേരിൽ എഴുതി നൽകിയ സമയത്ത് നമ്മുടെ SNDP യോഗം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് SNDP യോഗത്തിന് വേണ്ടി CV കുഞ്ഞിരാമൻ ഈ പരവൂർ കേശവൻ വേദാന്തി എന്ന് പറയുന്ന ആളെ ശിവഗിരിയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സന്യാസിമാരുടെ നീക്കമൊക്കെ കണ്ടറിഞ്ഞ് അവരോട് വന്ന് പറയണമെന്നാണ്. ഇങ്ങനെ ഒരാൾ ഇന്ന ഉദ്ദേശവുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കരുണാനിധിയായ സ്വാമി പറഞ്ഞത് അയാൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, ഒരു കുറവും വരുത്തരുത് എന്നാണ്. അതുപോലെ നമ്മുടെ വീട്ടിലായിരുന്നു ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നെങ്കിലോ അടിച്ചിറക്കിയേനല്ലേ, നമ്മൾ ഇറക്കി വിട്ടേനല്ലേ. പക്ഷെ ഭഗവാൻ പറഞ്ഞു, വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഒരു കുറവും വരുത്താതെ നോക്കിക്കോണമെന്ന്. ഗുരു അവിടെ ഉണ്ട് എന്നറിയാമായിരുന്നിട്ടും ഈ കേശവൻ വേദാന്തി ഗുരുവിനെ ചെന്ന് കാണുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് മനസ്സ് തോന്നി, ഗുരുവിനെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു അടുത്ത് നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, കേശവൻ ഇരിക്കുവാൻ കസേര കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഞെട്ടിപ്പോയി. കാരണം ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും പോലെയുള്ള പ്രബുദ്ധരായ പ്രശസ്തരായ ശിഷ്യന്മാർ വരെ ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ തറയെ ഒരു പായിട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരു തന്നെ പറയുകയാണ്, കേശവൻ ഇരിക്കുവാൻ കസേര കൊണ്ടുവരൂ. അതനുസരിക്കാത്ത ശിഷ്യന്മാർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അവരങ്ങനെ കസേര കൊണ്ടുവന്നിട്ടു. അങ്ങനെ ഗുരുവിനോട് സംസാരിച്ച് ഈ കേശവൻ വേദാന്തി പയ്യെ ഭഗവാന്റെ ഒരു ആരാധകനായി അങ്ങ് മാറി. ഗുരുവിൻ്റെ ആരാധകനായി കേശവൻ വേദാന്തി മാറി. അങ്ങനെ എല്ലാ ദിവസവും ഈ മധുര പാവന മനോജ്ഞവാണികൾ ശ്രവിക്കുവാൻ കേശവൻ ഗുരുവിൻ്റെ അടുത്തോട്ട് വരുന്നത് ഒരു പതിവായി. അപ്പോൾ ധർമ്മസംഘത്തിൻ്റെയും SNDP യോഗത്തിൻ്റെയും പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് സ്വാമിയോട് ചോദിക്കും. അതിന് കൃത്യമായിട്ടുള്ള മറുപടി സ്വാമി കൊടുക്കും. ഒരു ദിവസം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇച്ചിരി താമസിച്ചങ്ങ് പോയി. ഈ സംസാരം അങ്ങ് നീണ്ട് തീർന്നപ്പോൾ വെളുപ്പിനെ 3 മണിയായി. അന്നേരം പതിവില്ലാതെ അവിടെ ഒരു കാക്ക ഇരുന്ന് കരഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു എന്ന് പറഞ്ഞു. ആ സമയം എന്ന് പറയുന്നത് ശരിക്കും അവർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഏറ്റവും മുഖ്യമായ പോയിന്റിൽ കൊണ്ടുവന്ന് സ്വാമി നിർത്തിയ സമയമായിരുന്നു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു എന്ന്. അങ്ങനെ അതിനുശേഷം ഗുരുവിൻ്റെ മഹാസമാധി കടന്നു വരികയാണ്. ആ സമയത്താണ് ശിഷ്യമാനസരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് യോഗത്തിൻ്റെ കേസും മറ്റ് അതിനെ തുടർന്നുള്ള എല്ലാ നടപടികളും വരുന്നത്. ആ സമയത്ത് ഗുരു മഹാസമാധിയാകുന്നതിന് മുൻപ് ഒരിക്കൽ കേശവനെ വിളിച്ചിട്ട് കേശവനോട് ചോദിച്ചു, കേശവൻ നമ്മോടൊപ്പം നിൽക്കുമോ? ചിന്തിക്കണം, SNDP യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് CV കുഞ്ഞിരാമൻ ശിവഗിരി മഠത്തിലെ സന്യാസിമാരെ നിരീക്ഷിക്കുവാൻ ശിവഗിരി മഠത്തിൽ കൊണ്ടുവന്ന് നിർത്തിയ വ്യക്തിയാണ് പരവൂർ കേശവൻ വേദാന്തി. അദ്ദേഹത്തോട് ഗുരു ചോദിക്കുകയാണ്, കേശവൻ നമ്മോടൊപ്പം നിൽക്കുമോ? മറുത്തു പറയുവാൻ കേശവന് വാക്കില്ല. മറ്റൊന്ന് ചിന്തിക്കാതെ, രണ്ടാമതൊന്ന് ചിന്തിക്കാതെ കേശവൻ പറഞ്ഞു, നിൽക്കാമേ. അങ്ങനെ ഗുരുവിൻ്റെ മഹാസമാധി കടന്നു വന്നു. അതിനുശേഷം ഈ കേസ് വരുമ്പോൾ ഗുരുവിനോട് പറഞ്ഞ വാക്കുപ്രകാരം കേശവൻ വേദാന്തി ഗുരുവിനൊപ്പം നിൽക്കുവാൻ തയ്യാറാകുകയാണ്.
അങ്ങനെ കേസ് മാസങ്ങളോളം നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ടായി. മാസങ്ങളോളം കേശവൻ വേദാന്തിക്ക് ഊണും ഉറക്കവും ഒന്നുമില്ലാതെ അദ്ദേഹം ഈ കേസിന് വേണ്ടുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കേസിന്റെ അവസാന വിധി പറയുന്ന ദിവസമായി. തലേന്ന് അദ്ദേഹത്തിന് ഉറക്കമില്ല, ഊണില്ല. അദ്ദേഹം കിട്ടാവുന്നത്ര തെളിവുകൾ എഴുതി ചിട്ടപ്പെടുത്തി വെക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ശിവഗിരിയിലൂടെ നടക്കുമ്പോൾ വൈദിക മഠത്തിൻ്റെ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം വന്നു. കാരണം ഞാനും എൻ്റെ ഗുരുവും ഇരുന്ന് സംസാരിച്ച സ്ഥലമാണ്. അന്ന് അവർ സംസാരിച്ച കാര്യങ്ങളെല്ലാം കേശവന്റെ മനസ്സിലൂടെ പോവുകയാണ്. ആ സമയത്തും ഒരു കാക്ക കരഞ്ഞു. കേശവൻ പെട്ടെന്ന് ഓർത്തു, അന്ന് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞതാണ്, കേശവ ഓർത്തോളൂ, കാക്ക കരഞ്ഞു. അന്ന് ഗുരു പറഞ്ഞു തന്ന ആ പോയിന്റ് മനസ്സിലേക്ക് ഓടി വന്നു. പിറ്റേ ദിവസം അത് കോടതിയിൽ പറഞ്ഞു. കേസ് ധർമ്മസംഘം വിജയിച്ചു. ആ പോയിന്റ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ഇപ്രകാരമായിരുന്നു: നാം യോഗത്തിന്റെ പ്രസിഡന്റായി അവർ നമ്മെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നിട്ടുണ്ടാവാം. പക്ഷേ നാം അംഗമല്ലാത്തതിനാൽ നമ്മുടെ സ്വത്തുക്കളിൽ അവർക്ക് അവകാശമില്ല. ഭഗവാൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ അംഗമായിരുന്നില്ല, മറിച്ച് ധർമ്മസംഘത്തിന്റെ അംഗമായിരുന്നു. അതാണ് ഭഗവാൻ അന്ന് കേശവന് പറഞ്ഞു കൊടുത്ത ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ കേശവൻ വേദാന്തി കേസൊക്കെ ജയിച്ച് ഗുരുവിന് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ പറ്റി എന്നുള്ള സന്തോഷത്തിൽ അദ്ദേഹത്തിന്റെ പരവൂറുള്ള വീട്ടിലേക്ക് വന്ന് അവിടെ ബ്രഹ്മചാരിയായി വസിക്കുന്നു. ഒരിക്കൽ ശിവഗിരിയിൽ നിന്നും ഒരു സന്യാസി ഇദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പോൾ ഈ സന്യാസി ഇദ്ദേഹത്തോട് ചോദിച്ചു, കേശവൻ വേദാന്തി ഒരുപാട് നാൾ ഗുരുവിൻ്റെ കൂടെ ശിവഗിരിയിൽ വസിക്കുകയും ഗുരുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തതല്ലേ, അന്ന് അങ്ങക്ക് ശിവഗിരിയിൽ ഉണ്ടായിരുന്ന അനുഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ കേശവൻ വേദാന്തി പയ്യെ കണ്ണുകളടച്ച് കുറച്ചു നേരം മൗനമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കണ്ണു തുറന്നപ്പോൾ ധാരധാരയായി കണ്ണുനീര് ഇറ്റിറ്റു വീണു. ചോദിച്ച ആള് പരിഭ്രമിച്ചു പോയി. കാരണം താൻ എന്തെങ്കിലും തെറ്റ് ചോദിച്ചിട്ടാണോ ഇദ്ദേഹം ഇനി ഈ കണ്ണീരൊഴുക്കുന്നത് എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തോടൊപ്പം താമസിച്ചു, പക്ഷേ ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അടിവരയിട്ട് ശ്രദ്ധിക്കണം. ദൈവത്തോടൊപ്പം താമസിച്ചു, പക്ഷേ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അഡ്വക്കേറ്റ് പി മാധവൻ, വർക്കലയിലുള്ള അഡ്വക്കേറ്റ് പി മാധവൻ തൻ്റെ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരെ അറിഞ്ഞില്ല തന്നെ. നേരിട്ടറിയുവാൻ, ആ പ്രഭാവത്തെ നേരിട്ട് കണ്ടവർക്ക് പോലും ആ ചൈതന്യം എത്രത്തോളം വലുതായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്ന് ഗുരു 64 പരം വരുന്ന ഈ കൃതികളിലൂടെ സംസാരിച്ചത് മൊത്തം ഗുരുവിനെ കുറിച്ചാ. ഭഗവാൻ സദാശിവ ദർശനം ഒന്ന് നോക്കിക്ക് എത്ര ഭംഗിയായിട്ടാ ഗുരു ഓരോ പദ്യങ്ങളിലും ഓരോ വാക്കുകൾ അതിൻ്റെ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത്. സദാശിവ ദർശനം നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണും എണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നുരുക്കി നെക്കി നക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലന്നും ഇന്നും ഇന്നിണങ്ങൾ അങ്ങും ഇങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. അതിൽ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്. അമ്മ സ്നേഹത്തോടെ ശിവഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ തല ഉയർത്തി നോക്കുമ്പോൾ തലേ 2 കാല് നിൽക്കുകയാ. ആരുടെയാ? ഗംഗയുടെ. സ്വന്തം ഭർത്താവിൻ്റെ തലയിൽ മറ്റൊരു സ്ത്രീയുടെ കാല് കാണുന്ന അമ്മയ്ക്ക് ദേഷ്യം വന്നു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അമ്മമാർ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ചേട്ടൻ്റെ തലയിൽ അപ്പുറത്തെ ചേച്ചിയുടെ കാലുണ്ടെന്ന് എന്തോ ചെയ്യും? വെട്ടൊന്ന് മുറിരണ്ടല്ലേ, അതല്ലേ പരിപാടി. അമ്മയ്ക്ക് ദേഷ്യം വന്നു. അതാണ് പറയുന്നത്, നിലം നിലിമ്പരാറു പാമ്പെലുമ്പൊടമ്പിളിക്കലത്തിലം വിളങ്ങിടുന്ന ചെഞ്ചിടക്കിടക്കണഞ്ഞിടും ചിലങ്ക കണ്ടു ചഞ്ചലപ്പെടും മുഖം മലർന്നു പൂങ്കുലയ്ക്കു കുമ്പിടും പടിക്കിനിക്കനിഞ്ഞു കൂറു നീ. എത്ര മനോഹരമായിട്ടാ ഗുരു ഓരോ പദങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള വൃത്തം എന്ന് പറയുന്നത് അനുഷ്ടുപ്പാണ്. ഈ വൃത്തത്തിൻ്റെ സംഗീതാത്മകത ഗുരു നമുക്ക് പറഞ്ഞു തന്നൊരു കൃതിയുണ്ട്. വിശ്വപ്രാർത്ഥനയായി നമ്മളെല്ലാവരും പറയുന്ന ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്
കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അവൻ എൻ്റെ കൂടെ ഇരുന്ന് ചൊല്ലുക. നോക്കൂ, ഒരു കുഞ്ഞാണ് അവിടെ ഇരുന്ന് എൻ്റെ ഒപ്പം ഞാൻ ചൊല്ലുന്നത് പോലെ ദൈവദശകം ചൊല്ലുകയാണ് അവൻ. അവൻ്റെ അമ്മയും അച്ഛനും എത്രമാത്രം പുണ്യം ചെയ്തിട്ടുണ്ടാകും. ആ കുഞ്ഞിനെ ദൈവദശകം പഠിപ്പിക്കണമെങ്കിൽ ഒരിക്കലും അവനത് തന്നെ പഠിച്ചതാകില്ല, മറിച്ച് വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതല്ലേ അല്ലേ? അച്ഛനമ്മയും പറഞ്ഞത് പഠിപ്പിച്ചതല്ലേ കുഞ്ഞിനെ? അതെ, അതാണ്. അങ്ങനെയുള്ള അച്ഛനമ്മമാരെയാണ് ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത്. അപ്പോൾ ഈ ദൈവദശകത്തിൽ ഉൾപ്പെടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് അനുഷ്ടുപ്പ് എന്ന വൃത്തമാണ്. അനുഷ്ടുപ്പിൽ എഴുതിയതാണ് ശ്രീകൃഷ്ണ ദർശനം. ഏതാണ് ശ്രീകൃഷ്ണ ദർശനം? നീ എന്താണ് നാണു കണ്ടത് എന്ന് വാരണപ്പള്ളിയിലെ കാരണവർ നാണുവിനെ വിളിച്ചുണർത്തി ചോദിച്ചപ്പോൾ നാണു പാടിക്കൊടുത്തു. എന്താ? ഭൂയോ വൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. ഇങ്ങനെ എത്ര കൃതികളല്ലേ ശ്രീകൃഷ്ണ ദർശനത്തിൽ. ഒറ്റ സ്റ്റാൻസയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 8 or 10 വരി വരുന്ന ഒരു സ്റ്റാൻസ മാത്രമേ ശ്രീകൃഷ്ണ ദർശനത്തിലുള്ളൂ. അതൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കൃതികൾ ഗുരു എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഗുരു സംസ്കൃത വൃത്തങ്ങളിൽ എഴുതിയിരുന്ന കൃതികളെ കുറിച്ചാണ്. ഇതിൽ നിന്നെല്ലാം വിപരീതമായി ഭഗവാൻ ദ്രാവിഡ വൃത്തത്തിൽ എഴുതിയ ഒരു കൃതിയുണ്ട്. കുറച്ചു മുമ്പ് ഇവിടെ CD ഇട്ട് പ്ലേ ചെയ്തപ്പോൾ അതിങ്ങനെ ചൊല്ലിപ്പോകുന്നുണ്ടായിരുന്നു നല്ല ടൂണിൽ. ഏതാണെന്നറിയാമോ? ഒരു ദ്രാവിഡ വൃത്തത്തിൽ ഉറക്കുപാട്ടിന്റെ ശീലിൽ മഞ്ചരി എന്ന വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന കൃതിയാണ് കുണ്ഡലിനിപ്പാട്ട്. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്നു നിന്നാടുപാമ്പേ. കേട്ടിട്ടില്ലേ? അത് ദ്രാവിഡ വൃത്തമായ മഞ്ചരിയിലാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരമാത്മ ചൈതന്യവുമായുള്ള യോഗ അനുഭൂതിയാണത്. സത്യത്തിൽ അതൊരു നിത്യസുഷുപ്തി തന്നെയല്ലേ? നമ്മൾ എന്താണ് എന്ന്, ആ പരമാത്മാവ് എന്താണ് എന്ന് തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു നിത്യസുഷുപ്തി തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം സ്വാമി ഉറക്കുപാട്ടിൻ്റെ ഈണം ആ കൃതിയുടെ രചനാവേളയിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി വൃത്തങ്ങളിലൂടെ നമ്മൾ സംസ്കൃത വൃത്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയി. ഗുരുവിൻ്റെ വിനായകാഷ്ടകം നോക്കൂ, എത്ര ഭംഗിക്ക് എഴുതിയിരിക്കുന്നത്. നമ്മ ദേവവൃന്ദം ലസദ്വേദ കന്ദം ശിര ശ്രീമദിന്ദും ശ്രീതശ്രീ മുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീ സനന്ദം ജടാഹീന്ദ്ര കുന്ദം ഭജേ ഭീഷ്ടസന്ധം. അല്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ നാമം ചൊല്ലുമ്പോൾ വിനായകാഷ്ടകം ചൊല്ലാറില്ലേ അമ്മമാര്? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. സത്യമാണല്ലോ അല്ലേ പറയുന്നത്? അല്ലാതെ പ്രസിഡന്റ് സെക്രട്ടറി എന്ത് വിചാരിക്കും, ആ കൊച്ചിവിടം വരെ വന്നിട്ട് അതെന്ത് വിചാരിക്കുന്നോർത്തല്ലല്ലോ പറയുന്നത്. ശരിക്കും ഉറക്കം വരുന്നില്ലല്ലോ. ഇല്ല. ഉറക്കം വരുവാണേ പറയണേ. ആ, മക്കൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. മിടുക്കരാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ശരിക്കും ഗുരുദേവൻ കൈതൊട്ട് അനുഗ്രഹിച്ച കുഞ്ഞുങ്ങളാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. ഇവിടെ രവിവാര പാഠശാല ക്ലാസ്സുകൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കാറുണ്ടോ? ഉണ്ട്. അവിടെ വരുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും? ആണല്ലേ? ഇങ്ങനെയുള്ളൊരു പുതുതലമുറയെ വാർത്തെടുത്താൽ നാളെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്ന കേരളം ഇന്ന് വൃദ്ധസദനങ്ങളുടെ സ്വന്തം നാടായി മാറിയിട്ടുണ്ട് എങ്കിൽ നാളെ ഇവിടെ ഇരിക്കുന്ന ഒരച്ഛനമ്മമാരെയും കൊണ്ടുചെന്നാക്കുവാൻ ഈ കുട്ടികൾ വൃദ്ധസദനങ്ങൾ തേടിപ്പോകാതിരിക്കണമെങ്കിൽ വീടുകൾ കയറിയിറങ്ങി ശാഖായോഗം സെക്രട്ടറിയും പ്രസിഡന്റും പറയത്തില്ലേ, ആ കുഞ്ഞുങ്ങളെ ഒന്ന് രവിവാര പാഠശാല ക്ലാസ്സിന് വിടാൻ പറയത്തില്ലേ? അന്നൊക്കെ എന്തു പറയും? ഞങ്ങൾക്ക് കല്യാണമുണ്ട്, കൊച്ചിനാകെ കിട്ടുന്ന ഒരു അവധി ദിവസമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു 5-8-10 വർഷം കഴിയുമ്പോൾ ഇവരൊക്കെ വളർന്ന് വലുതാകുമ്പോൾ വൃദ്ധസദനങ്ങളിൽ പോയി താമസിക്കാൻ തയ്യാറായിക്കൊള്ളണം. കാരണം ഗുരുവിനെ അടുത്തറിഞ്ഞ ഒരു കുട്ടിയും തൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുചെന്നാക്കുവാൻ വൃദ്ധസദനങ്ങൾ തേടിപ്പോകില്ല. അതുകൊണ്ട് അവരെ ദയവ് ചെയ്ത് വൃദ്ധസദനങ്ങൾ തേടിപ്പോകാനായിട്ട് ഇടവരുത്തരുത്. അതിനെന്ത് ചെയ്യണം? അവരെ രവിവാര പാഠശാല ക്ലാസ്സുകളിൽ വിടണം. ഇനി രവിവാര പാഠശാലയ്ക്ക് രാവിലെ ആ കൊച്ചിന് പോകാൻ പറ്റുന്നില്ല എങ്കിൽ
നമുക്ക് ഇന്ന് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. എന്നെ ഗുരുദർശനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആദ്യത്തെ ആചാര്യ എന്ന് പറയുന്നത്, ഞാൻ ഏറെ സ്നേഹത്തോടെ പറയും, എൻ്റെ ടീച്ചർ അമ്മ എന്നാണ് ഞാൻ പറയുന്നത്, നിർമ്മല മോഹൻ അവർകൾ, പാലയിലുള്ള നിർമ്മല ടീച്ചറാണ് എന്നെ എൻ്റെ ആചാര്യൻ KN ബാലാജി സാറിൻ്റെ അടുത്തേക്കൊക്കെ പറഞ്ഞു വിടുന്നത്. ടീച്ചർ അമ്മയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള ഒരു പഠന ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള മക്കൾ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗുരുപ്രഭാവം എന്നാണ് പഠന ക്ലാസ്സിൻ്റെ പേര്. നമുക്കത് കൂടാതെ അരുവിപ്പുറം കൂട്ടായ്മ എന്ന പേരിൽ ഗുരുവിനെക്കുറിച്ച് യഥാർത്ഥ ശ്രീനാരായണ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. അവിടെ ഏത് പ്രായക്കാർക്കും ജോയിൻ ചെയ്യാം. അതുകൂടാതെ കൊച്ചുമക്കൾക്ക് വേണ്ടി പഠിക്കാനുള്ള +2 ഡിഗ്രി തലം വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി പഠിക്കുവാനുള്ള, ഗുരുവിനെക്കുറിച്ച് പഠിക്കുവാനുള്ള ഒരു ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നമ്പർ തന്നാൽ ഉറപ്പായിട്ടും ഗ്രൂപ്പിൽ ഇന്ന് വൈകിട്ട് തന്നെ ആഡ് ചെയ്തേക്കാം. ഇനി അങ്ങോട്ട് ഗുരുവിനെ അറിഞ്ഞ് ഒന്നായി ഗുരുവിൽ അമർന്ന് നമുക്ക് ജീവിക്കാം. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെയെങ്കിലും നമ്മൾ ഗുരുദേവനിൽ അല്ലെങ്കിൽ ഗുരു പറഞ്ഞു തന്ന സന്മാർഗ നിഷ്ഠയിൽ അധിഷ്ഠിതരായി ജീവിക്കുവാൻ പഠിപ്പിക്കണം. ഈ കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാവരും പോയില്ലേ? പോയല്ലേ? ഒട്ടുമിക്ക എല്ലാവരും പോയി. അവിടെ എല്ലാ വർഷവും സാഹിത്യ മത്സരങ്ങൾ നടക്കുന്ന കാര്യം ആർക്കെങ്കിലും ഒക്കെ അറിയാമോ? ഇല്ല. എന്നാൽ എല്ലാ വർഷവും ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച ശിവഗിരിയിൽ സാഹിത്യ മത്സരങ്ങൾ നടക്കും. അതായത് ഇംഗ്ലീഷ്, മലയാളം, പ്രസംഗം, ഉപന്യാസം, അതോടൊപ്പം കൃതിപാരായണം, പിന്നെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് മറ്റു ചില മത്സരങ്ങൾ, അങ്ങനെയൊക്കെ മത്സരങ്ങൾ നടക്കും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രാഥമിക തല മത്സരം നടക്കുന്ന കുറച്ച് സെൻറ്ററുകളുണ്ട്. അത് കേരള കൗമുദി പത്രത്തിൽ അവരതിൻ്റെ നോട്ടീസ് ഇടും. ആ സമയത്ത് നോക്കിയെന്ന് ഒരു ഡിസംബർ മാസം, നവംബർ മാസം അവസാനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ നോട്ടീസ് കേരള കൗമുദിക്കകത്ത് വരും. ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അതിന് സമ്മാനദാനം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മലയാളം പ്രസംഗത്തിന് ഫസ്റ്റും ഇംഗ്ലീഷിനും ഉപന്യാസത്തിനും സെക്കൻഡും ശിവഗിരിയിൽ ചെന്ന് വാങ്ങിക്കുവാനായിട്ട് പറ്റി. പക്ഷേ മലയാളം പ്രസംഗത്തിന് ഞങ്ങൾക്ക് തന്ന വിഷയത്തിനാണ് ഇവിടെ പ്രാധാന്യം. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തന്ന വിഷയം യഥാർത്ഥത്തിൽ ഇന്നത്തെ സമൂഹത്തിന് വളരെ ആവശ്യമായൊരു ചോദ്യമായിരുന്നു. അത് അവിടെ ചോദിച്ച വിഷയം എന്ന് പറയുന്നത് ഗുരുമാർഗം പിന്തുടരുവാൻ നാം ചെയ്യേണ്ടത്. ശരിയായൊരു വിഷയമാണല്ലോ. ഇന്ന് സമകാലിക പ്രസക്തിയുള്ളതാണല്ലോ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അല്ലെങ്കിൽ അതിന് പ്രതിവിധി എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മം പഠിക്കുക തന്നെയാണ്. ഭഗവാൻ ഒരു വീട്ടില് എന്തായാലും അമ്മായിയമ്മ ആയിരിക്കുമല്ലോ ഇതുപോലെയുള്ള പുരാണ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കാനിരിക്കുന്നത്. അപ്പോൾ തുറന്ന ഉടനെ അമ്മ ഉടനെ എടുത്ത് വായിക്കും. ഭർത്താവിനെ അനുസരിക്കാത്തവളും കുടുംബത്തിന് വേണ്ടി നന്മ ചെയ്യാത്തവളും വര പറഞ്ഞ് ചിലവാക്കാത്തവളുമായ ഭാര്യ എവിടെയുണ്ടോ ആ കുലം മുടിഞ്ഞു പോകും. ഉടനെ ഭർത്താവ് പറയുന്നത്, ആണ്ടടി നോക്കടി നിന്നെക്കുറിച്ചാടി പറയുന്നത്. ഉടനെ അമ്മ പേജ് മറിക്കും. അവിടെ എഴുതിയിരിക്കുന്നു, മദ്യപിക്കുന്നവനെ കുടുംബം വെറുക്കും, ഭാര്യ വെറുക്കും, അമ്മ വെറുക്കും, നാട്ടുകാർ മൊത്തം വെറുക്കും. അപ്പോൾ ഉടനെ അച്ഛനുള്ളത് വായി. അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് ചിരിക്കും. അപ്പോൾ ഉടനെ അമ്മ അടുത്തത് വായിക്കും. അവിടെ പറഞ്ഞു, അച്ഛനമ്മമാരെ അനുസരിക്കാത്ത മക്കൾ എവിടെയുണ്ടോ ആ വീട് മുടിഞ്ഞു പോകും. അപ്പം എല്ലാവർക്കും ഉള്ളത് വായിച്ചിട്ട് ഈ വായിക്കുന്ന ആളൊന്ന് ഞെളിഞ്ഞിരിക്കും. അപ്പോൾ ഉടനെ ഗുരു പറയുകയാണ്, സ്വന്തം മരുമോളെ സ്വന്തം മകളായി കാണാത്ത അമ്മായി അമ്മമാർ എവിടെയുണ്ടോ ആ വീട് നരകതുല്യായിരിക്കും. അപ്പം എല്ലാവർക്കും ഉള്ളതായല്ലോ. ഒരു വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും ഉള്ളത് അങ്ങ് തികച്ചു തന്നു അല്ലേ. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ഈ 10 സർഗങ്ങളും ഭഗവാൻ അത് സംസ്കൃതത്തിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് ആത്മാനന്ദ സ്വാമികൾ എഴുതിയെടുക്കുന്നത്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇന്ന് അതിൻ്റെ മലയാളത്തിലേക്കുള്ള പരിഭാഷ ലഭ്യമാണ്. അത് വായിക്കാലോ. മലയാളം മനസ്സിലാകാത്ത ആരും ഇവിടെ ഇല്ലല്ലോ. നമ്മളെല്ലാവരും മലയാളികളാണ്. നമ്മുടെ അമ്മ മലയാളം വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ലേ? അപ്പോൾ ഈ മലയാള ഭാഷയിലുള്ളതെങ്കിലും നമ്മളൊന്ന് വായിക്കുവാൻ ശ്രമിക്കണം. ഗുരുവിൻ്റെ കൃതികളിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അവിടെ പറയുമ്പോൾ ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും നമ്മൾ പറഞ്ഞു, ഓരോ വരിയിലും ആവശ്യമുള്ള പദങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ഗുരു വളരെ കണിശക്കാരനായിരുന്നു. ഗുരു ഒരിക്കൽ പഴമ്പള്ളി അച്യുതനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുരു പറഞ്ഞു, ചൊല്ലുവാൻ സുഖമുണ്ടെന്ന് കരുതി തെറ്റായ പദങ്ങൾ സ്വീകരിക്കരുത്. അതുപോലെ ഗുരു ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, ചൊല്ലുവാൻ സുഖമുള്ളത് നോക്കി ശരിയായ പദങ്ങൾ
തിരഞ്ഞെടുക്കണം. ഇത് തന്നെയായിരുന്നു ഗുരുവിൻ്റെ എല്ലാ കൃതികളിലും. ദേവീ പ്രണാമ ദേവി അഷ്ടകം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് ആദ്യത്തെ പാരഗ്രാഫ് കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ പാലയേതി പരിപാലയേതി പരിപാലയേതി ജപമാലയാ. ഇപ്പം ഞാൻ പറഞ്ഞ ആ സംശയം തന്നെ നിങ്ങളുടെ ഉള്ളിൽ വന്നില്ല. ഇത് എളുപ്പമല്ലേ അല്ലേ? അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ പാദഭക്ത ജനപാലനാധികപരായണ ഭവഭയാപഹ പൂതമാനസ പുരാണ പൂരുഷ പുരന്ദരാദി പുരുപൂജിത സാധു സാധിത സരസ്വതി സകല സമ്പ്രദായ സമുദാരത ശാതശാരദ ശശാഖ ശേഖര ശിവ ശിവ ശിവമുദീയതാ. ഇതിനേക്കാൾ രസമുള്ള ചൊല്ലാനിരിക്കുമ്പോൾ ഇരിക്കുന്ന നാട്ടുകാർ മൊത്തം ചിരിക്കുന്ന ഒരു കൃതിയുണ്ട്, ബാഹുലേയാഷ്ടകം. ഇതാദ്യം വായിക്കാൻ തുടങ്ങുമ്പോൾ ഓം 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 ഹോമധൂമ പ്രകട തടജട കോടി ഭോഗി പ്രഭൂരം, ഇങ്ങനെ 8 പദ്യങ്ങളുണ്ടേ. ഇത് 8ഉം വായിച്ച് വരുമ്പോൾ ഒരു നെടുവീർപ്പങ്ങിടും. ലാസ്റ്റ് എല്ലാം കഴിയും. എന്താണെന്നറിയാവോ? ഇതെല്ലാം വായിച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെടുവീർപ്പിടേണ്ട ഇത് കേട്ടിരുന്നവരാ. ഇവർ കേൾക്കുമ്പോൾ എങ്ങനെയായിരിക്കും അറിയോ? നമ്മൾ ചൊല്ലുമ്പോൾ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഇത് കേൾക്കുന്നവർക്കിത് ബാഹുബലി സിനിമയ്ക്കകത്ത് കാലകേൻ്റെ ഭാഷ പോലെ ആയിരിക്കും. അതുപോലെ ഗുരു എഴുതിയിരിക്കുന്ന ഒരു കൃതിയാണ്. അതിൻ്റെ ഓരോ പദ്യത്തിൻ്റെയും ആദ്യം ഗുരു ഉപയോഗിച്ചിരിക്കുന്നത് ബീജമന്ത്രങ്ങളാണ്. അതായത് ഓം ഹ്രീം അതുപോലെയുള്ള ബീജമന്ത്രങ്ങളാണ് ഗുരു ബാഹുലേയാഷ്ടകത്തിൻ്റെ ആദ്യ പദ്യങ്ങളിൽ, അതായത് പദ്യങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കൃതികൾ, ദേവീ പ്രണാമ ദേവി അഷ്ടകം, ബാഹുലേയാഷ്ടകം, സുബ്രഹ്മണ്യ കീർത്തനം, ദൈവദശകം. നമുക്ക് ഏറ്റവും മനസ്സിലാകാവുന്നതാണ് ദൈവദശകം അല്ലേ? ഏതൊരു മനുഷ്യനും എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കുവാൻ പറ്റുന്നൊരു കൃതിയാണ് വിശ്വപ്രാർത്ഥനയായ ദൈവദശകം. 12ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് മലയാളത്തിൽ, അതായത് പാഠമായിട്ടല്ല, പക്ഷേ ഒരു പാഠം കഴിഞ്ഞ് അവിടെ നമ്മുടെ ഈ ചോദ്യം വരുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അവിടെയുണ്ട് വിശ്വപ്രാർത്ഥനയായ ദൈവദശകം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തായിരിക്കും ചോദ്യം മൊത്തവും വരുന്നത്. ഒരുമാതിരിപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ ഒത്തിരി അങ്ങ് കഷ്ടപ്പെടാതെ ഒന്നും എഴുതാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ കുറച്ചൊക്കെ അറിയാൻ പറ്റിയിട്ടുള്ളതുകൊണ്ട് എന്ത് പറ്റും? 1ഉം 2ഉം പേപ്പറൊക്കെ അങ്ങ് എടുത്ത് സുഖമായിട്ട് അങ്ങ് എഴുതും. മലയാളത്തിൽ നല്ല പാടാ മാർക്ക് കിട്ടാൻ. അപ്പോൾ ടീച്ചർ ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് പറയും, നീ വേറെ ഏത് ചോദ്യം എഴുതിയില്ലെങ്കിലും ആ ചോദ്യം എഴുതുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എന്ന്. അങ്ങനെ ഗുരുവിനെ അടുത്തറിയുവാൻ നമുക്ക് ഇനിയെങ്കിലും സാധിക്കണം. നമ്മൾ പറഞ്ഞ സമയത്തിന് ഇനി ഏകദേശം 10 മിനിറ്റ് മാത്രം ബാക്കി നിൽപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗുരുവിനെ ഒന്ന് നേരിൽ കാണുന്ന ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും അല്ലേ? അങ്ങനത്തെ ആഗ്രഹം നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? ഉണ്ടല്ലേ? ആ ഒരു മനോജ്ഞവാണികളൊന്ന് നേരിട്ട് ശ്രവിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ. ആഗ്രഹിച്ചു പോയിട്ടില്ലേ എപ്പോഴെങ്കിലും ഒക്കെ? മനസ്സ് കൈവിട്ടു പോകുന്ന ആ നിമിഷത്തിലും, തളർന്നു പോകുന്ന ആ നിമിഷത്തിലും എൻ്റെ സ്വാമി എന്നെ കൈപിടിച്ച് കയറ്റുമെന്ന വിശ്വാസം ഉള്ളിലുള്ളവർ ചിന്തിക്കും, എൻ്റെ സ്വാമിയെ എനിക്കൊന്ന് കാണുവാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന്. അങ്ങനെയാണ് നമുക്ക് സ്വാമിനെ ഒന്ന് കാണാം. അതിന് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യണം. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കണ്ണടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാനിത് പറഞ്ഞു ആദ്യം തൊട്ട് അവസാനം വരെ അവിടെ ഒരു ചേട്ടൻ കണ്ണും തുറന്ന് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടെയൊക്കെ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ തിരിച്ച് കോട്ടയത്തോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക. ഭഗവാന്റെ ആ തിരുസ്വരൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഭഗവാന് ഓരോ രൂപമായിരിക്കും. ചിലപ്പോൾ ഈ വിഗ്രഹമായിരിക്കും, ഈ പ്രതിഷ്ഠയായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഗുരു എന്ന് പറയുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത്. എൻ്റെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ കോട്ടയത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ശാഖയുണ്ട്. ചിങ്ങവനത്ത് സെമിനാരിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശാഖയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗുരുദേവൻ്റെ ഒരു വിഗ്രഹം ഇരിക്കുന്ന ശാഖയാണത്. വളരെ മനോഹരമാണ്. നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ഈ ശാഖയുടെ ക്ഷേത്രം ഇങ്ങനെ വെളിയിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. നല്ല ഐശ്വര്യമുള്ള ഒരു വിഗ്രഹമാണ് അവിടുത്തേത്. ചിങ്ങവനത്ത് കൂടി പോകുമ്പോൾ സെമിനാരിപ്പടി എത്തുമ്പോൾ ഒന്ന് നോക്കുക. ഭഗവാന്റെ ക്ലിമ്മിസ് സ്കൂളിൻ്റെ ഒക്കെ തൊട്ടിപ്പുറത്തായിട്ടാണ് ആ ശാഖ. വളരെ മനോഹരമായ ഒരു ഗുരുദേവ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. പിന്നീട് അതിലും മനോഹരമായൊരു വെണ്ണയ്ക്കൽ പ്രതിമയുണ്ട് ഗുരുവിൻ്റെ. എവിടെയാണത്? നിങ്ങൾ ഉറങ്ങുവാണല്ലേ? നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ? ഇല്ല എങ്കിൽ പറയൂ, ഗുരുവിൻ്റെ
വെണ്ണയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായിട്ടാണോ? ഗുരുവിന്റെ മാർബിൾ പ്രതിമയില്ലേ, അതെവിടെയാണുള്ളത്? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സ്ഥലത്തുണ്ട്. എവിടെയാ? ശിവഗിരി. അതിനെങ്കിലും നിങ്ങൾ ഉത്തരം പറഞ്ഞല്ലോ എന്നോട്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ മഹാസമാധി മന്ദിരത്തിൽ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ ഒരു വെണ്ണയ്ക്കൽ പ്രതിമ അവിടെ ഉണ്ടല്ലേ. ഗുരു നമ്മളെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നും നമുക്ക് ആ പ്രതിമ കാണുമ്പോൾ. എന്ത് ഭംഗിയാണ്! അങ്ങനെയുള്ള ആ സ്വാമിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ തിരുസ്വരൂപത്തെ മനസ്സിൽ ആവാഹിച്ച് നടുവൊക്കെ നിവർത്തിയിരുന്ന് പയ്യെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ഇനി ഞാൻ ചൊല്ലിത്തരുന്ന മന്ത്രം ഒന്ന് ഏറ്റു ചൊല്ലണം. കണ്ണുകൾ അടച്ച് കൈയൊക്കെ റിലാക്സ്ഡ് ആക്കി മടിയിലേക്ക് അങ്ങ് വെച്ചോ. ഇപ്പോൾ ഗുരുവിൻ്റെ തിരുസ്വരൂപം മാത്രമേ മനസ്സിലുള്ളൂ. ഗുരുവിൻ്റെ ആ വെണ്ണയ്ക്കൽ പ്രതിമയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗുരുവിൻ്റെ ആ പ്രതിഷ്ഠയാണ് മനസ്സിലുള്ളത്. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പരമഗുരവേ നമഃ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ശിവഗിരി കുന്നിലെ മഹാസമാധി മന്ദിരത്തിന് മുൻപിലാണ്. നമ്മൾ ആ പടിക്കെട്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് സർവലോകാനുരൂപനായ ഭഗവാൻ മഹാസമാധി മന്ദിരത്തിന് മുന്നിൽ തൻ്റെ ശിഷ്യഗണങ്ങളോട് സല്ലപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ അവിടെ നിന്നും എത്തി നോക്കുന്നത് കണ്ട സ്വാമി നമ്മെ കൈകാട്ടി അടുത്തേക്ക് വിളിക്കുകയാണ്. ഭഗവാൻ വിളിച്ചതിൻ്റെ സന്തോഷത്തിൽ നടന്നു ചെല്ലുന്നതിന് പകരം ഓടിക്കിതച്ച് നമ്മൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നു. ആ സമയത്ത് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഭഗവാൻ നമ്മളോട് പറയുകയാണ്, കുഞ്ഞേ, നിന്റെ ഏതൊരു സങ്കട നിമിഷത്തിലും നിനക്ക് നമ്മെ പ്രാർത്ഥിക്കാവുന്നതാണ്. നിനക്ക് ഏതൊരു സങ്കട നിമിഷത്തിലും നമ്മെ വിളിക്കാം. നാം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നീ തളർന്നു പോകുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ നിനക്ക് നിന്റെ വലത് കരം അടച്ചു പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്റെ കൈയിരിക്കുന്നത് പോലെ അനുഭവപ്പെടും. നീ എപ്പോഴും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. നാം എന്നും നിനക്ക് തുണയായി നിന്റെ അടുക്കൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മുടെ മുന്നിൽ നിന്നും മാഞ്ഞു പോവുകയാണ്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവ
ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇപ്പോൾ നമ്മൾ മെല്ലെ കണ്ണു തുറക്കുകയാണ്. കൈ രണ്ടും കൂട്ടി തിരുമ്മി ആ ചൂട് കണ്ണിൽ തട്ടുന്ന രീതിയിൽ വെച്ച് കണ്ണു തുറക്കുക. സ്വാമിയെ കണ്ടോ? കണ്ടില്ലേ? കണ്ടു. ഭഗവാനെ കാണണമെന്ന് ഉള്ളിൽ അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ കണ്ടു കാണും. ഇപ്പോൾ ഇവിടെ 10 പേരിരിപ്പുണ്ടെങ്കിൽ ഒരാളുടെയെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് കാരണം സ്വാമി അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നത് അത്രമേൽ ആഗ്രഹിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നിറഞ്ഞ കണ്ണുകളോടെ ഭഗവാന്റെ ഈ തിരുസ്വരൂപത്തിലേക്കൊന്ന് നോക്കുക. ഭഗവാൻ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. ഇന്ന് എനിക്കിവിടെ സംസാരിക്കുവാൻ ഒരവസരം ഒരുക്കി തന്ന ഈ ശാഖായോഗത്തിൻ്റെ ബഹുമാന്യരായ എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എല്ലാ ഭാരവാഹികൾക്കും പോഷക സംഘടനകളുടെയും മറ്റ് സംഘടനകളുടെയും എല്ലാം ഭാരവാഹികൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1 കോടി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഒരാളിരുന്ന് ക്യാമറയിൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതല്ലേ. നമ്മൾ ഗുരുദേവനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിഷയം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ആദ്യത്തെ വീഡിയോ വരുന്നത് യൂട്യൂബിൽ ഗുരുപദം TV എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അത് കണ്ടിട്ടില്ലാത്ത ആരും തന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഗുരുപദം TV എന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്യണം. ലോകപ്രശസ്തരായ നിരവധി അനവധി പ്രഭാഷകരുടെ പ്രഭാഷണങ്ങൾ ആ യൂട്യൂബ് ചാനലിൽ ഉണ്ട് എങ്കിൽ അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പേര് അനീഷ് എന്നാണ്. നിങ്ങൾക്ക് മിക്കവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും അനീഷേട്ടനെ. ഇദ്ദേഹത്തിൻ്റെ പ്രിയതമയായ ഭാര്യയുണ്ട്, ഞങ്ങളുടെയൊക്കെ അമ്പിളി ചേച്ചി. ഇവർ കുടുംബമായിട്ട് അങ്ങ് ഗുരുവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്. 2 ആൺമക്കളാണ് ചേട്ടനുള്ളത്. അവരെ 4 പേരെയും എനിക്ക് അടുത്തറിയാം. വളരെ ചെറുതിലേ തൊട്ട് എനിക്ക് വളരെയധികം അടുപ്പമുള്ള കുടുംബമാണ് അവരുടേത്. അവരെ പോലെയുള്ളവരെ മാതൃകയാക്കി ഗുരു തൃപാദങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാകണം. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് തൃപാദങ്ങളിൽ അധിഷ്ഠിതം എന്ന് പറയുന്നത്. അത്രമേൽ സ്നേഹമുള്ളത് കൊണ്ടാണ്, അത്രയേറെ ഗുരുവിനെ അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് പറയുന്നത്. സ്വാമിയെ അറിയുവാൻ ശ്രമിച്ചാൽ തീർച്ചയായും ഭഗവാൻ കൂടെ നിർത്തും. എന്താഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും. പക്ഷേ അത് ഉള്ളിൽ നിന്നുള്ള സ്നേഹമായിരിക്കണം. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ മാത്രം പരിചയമുള്ള ഒരു
വ്യക്തിയാണ് പ്രിയപ്പെട്ട ഗുരുവൈഖരി ടീമിൻ്റെ വിനോദ് ചേട്ടൻ. ഏറെ സ്നേഹം ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുവാനൊക്കെ സാധിച്ചു. അദ്ദേഹം ഇവിടെ എത്തുകയൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെയുള്ള ആളുകളെ ഈ വേദിയിൽ കാണുവാൻ സാധിച്ചതിന്. ഇന്ന് ശരിക്കും ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഇങ്ങോട്ടാണ്. സാധാരണ എല്ലാ ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ പറയുന്ന ആളുടെ നേരെ ആയിരിക്കും ഓഡിയൻസ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ആരും വന്നിരിക്കത്തില്ല, നിങ്ങളെല്ലാവരും ഇവിടെ മാത്രമായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇത്രയും ആളുകൾ വന്നിരുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ആറുകാലിക്കൽ തന്നെയുള്ള മറ്റൊരു ശാഖയിലും ഞാൻ ചെന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും അച്ഛന്മാരെയും അനുജന്മാരെയും അനുജത്തിമാരെയും ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കാണുവാൻ സാധിച്ചാൽ അതിയായ സന്തോഷം. ഗുരുവിൻ്റെ ഭാഷയിൽ ഗുരുവിനോട് അതിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും നേരം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു ബോറടിക്കുന്നുണ്ടോ എന്നപ്പോൾ ഉള്ളിൽ തട്ടിയിട്ടായിരിക്കണം പറഞ്ഞതില്ലെന്ന്. ഉള്ളിൽ തട്ടിയിട്ടല്ലേ പറഞ്ഞത് എന്നോട്? അതെ അല്ലേ. ഇവിടെ ഞാൻ കണ്ടു, ഞാനിവിടെ വന്നിരിക്കുന്ന സമയത്ത് 2-3 അമ്മമാർ അവർക്ക് നടക്കുവാൻ പറ്റില്ല, എന്നിട്ടും മറ്റുള്ളവരുടെ സഹായത്തോടെ അവരിവിടെ വന്നിരിക്കുന്നത്. അമ്മമാർക്ക് തീർച്ചയായിട്ടും സ്വാമിയുടെ അനുഗ്രഹം, അമ്മമാർക്കും അവരുടെ മക്കൾക്കും വരും തലമുറയ്ക്കും എല്ലാം സ്വാമിയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. അത്രമേൽ ഗുരുവിനെ ആരാധിക്കുന്നത് കൊണ്ടാണ്, ആ രൂപം അത്രമേൽ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അത്രയും വയ്യാതിരുന്നിട്ടും അവർ വന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ട പോലെ നിങ്ങളുടെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാനിന്നിവിടെ വന്നപ്പോൾ പുതിയതായിട്ട് വരുന്നതായിട്ടൊരു ഫീല് പോലും എനിക്ക് തോന്നിയില്ല. ഇവിടുത്തെ അമ്മമാരൊക്കെ എന്നെ നേരത്തെ അറിയാവുന്നത് പോലെയാണ് എന്നോട് വന്ന് സംസാരിച്ചത്. അച്ഛൻ വന്നില്ലേ അമ്മ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് വളരെയേറെ സ്നേഹത്തോടെ സ്വന്തം മകളെ പോലെ കണ്ടു പെരുമാറിയ ഈ SNDP ശാഖായോഗത്തിലെ 3294 നമ്പർ SNDP ശാഖായോഗത്തിലെ ഓരോ വ്യക്തിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആദ്യം പറഞ്ഞു തുടങ്ങിയതുപോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് സ്വന്തം മകളോടും കൊച്ചുമക്കളോടും ഒക്കെ തെറ്റ് ചെയ്യുമ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ക്ഷമിക്കുന്നത് പോലെ എന്നോടും ക്ഷമിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എന്നേക്കാൾ ഗുരുവിനോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഗുരുവിനെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ്, പഠിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്നതായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് പുതിയതായി അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നെ പഠിപ്പിച്ച ആചാര്യ പരമ്പരയുടെയും മാതാവിൽ തുടങ്ങി പിതാവിലൂടെ എൻ്റെ അമ്മൂമ്മയിലൂടെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് പ്രഭാഷണത്തിലേക്ക് കൊണ്ടുപോകാൻ. ആൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷേ എവിടെ പോയാലും പറ്റുന്ന സ്ഥലത്തൊക്കെ എൻ്റെ കൂടെ വരും. പണ്ട് ഞാൻ ഇവിടെ ആറുകാലിക്കൽ മറ്റൊരു ശാഖയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നെ അവിടെ പ്രഭാഷണത്തിന് വിളിക്കുന്നത് ശരിക്കും ചങ്ങനാശ്ശേരി SNDP യൂണിയനിലെ ഗുരുകുലം ശാഖായോഗത്തിൽ നിന്നുള്ള മനോജ് ഗുരുകുലം എന്ന് പറയുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുണ്ട്. എൻ്റെ മനോജ് അങ്കിള് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ വിളിക്കുന്നത്. മനോജ് അങ്കിളുടെയൊക്കെ ശാഖയിലാണ് ഞാൻ ശരിക്കും 3ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ആദ്യമായി ഗുരുവിനെക്കുറിച്ച് പറഞ്ഞും ഗുരുവിനെക്കുറിച്ച് അറിഞ്ഞുമൊക്കെ തുടങ്ങിയതാണ്. അന്ന് എൻ്റെ അമ്മൂമ്മ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മൂമ്മ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു നമ്മുടെ കൊച്ചിങ്ങനെ സംസാരിക്കാം, അവർക്ക് ഒരു 5 മിനിറ്റ് കൊടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ മനോജ് അങ്കിൾ പറഞ്ഞു അതിനെന്താ നമ്മുടെ കൊച്ചല്ലേ ഇങ്ങ് പോരും, നമുക്ക് സമയം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം സംസാരിച്ച 2-3 വേദികളിലൊന്ന് ഗുരുകുലം SNDP ശാഖായോഗമായിരുന്നു. അന്ന് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ച അവസരം പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഈ കഴിഞ്ഞ മഹാസമാധിക്ക്, കഴിഞ്ഞ ഭഗവാന്റെ തിരുജയന്തിക്ക്, ചതയദിന ആഘോഷത്തോടനുബന്ധിച്ച എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അവര് ഇവിടെ മോള് സംസാരിക്കാൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച, നമ്മളൊരു പ്രൗഡ് മൊമെന്റ് എന്നൊക്കെ പറയല്ലേ, നമ്മൾ പഠിച്ച സ്കൂളിൽ നമ്മൾ ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്കുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് വളരെ വർഷം മുമ്പ് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു. അങ്ങനെയുള്ള വേദികളിലൊക്കെ സംസാരിച്ച് അങ്കിള് പറഞ്ഞിട്ടാണ് ഞാൻ അടുത്തുള്ള ആ ശാഖയിൽ വന്നത്. അങ്ങനെ പിന്നീട് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഗുരുവിനെ കുറിച്ച് അറിയുവാൻ മനസ്സുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞതിൽ. പറഞ്ഞതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ മാതാവിൽ തുടങ്ങി പിതാവിലൂടെ അമ്മുമ്മയിലൂടെ എൻ്റെ പ്രിയ അധ്യാപിക രമാ മിസ്സിലൂടെ, കവിതാ മിസ്സിലൂടെ, എൻ്റെ ടീച്ചറമ്മ ശ്രീമതി നിർമ്മല മോഹൻ അവറുകളിലൂടെ, ശ്രീ KN ബാലാജി സാർ അവറുകളിലൂടെ, സജീവ് കൃഷ്ണൻ സാർ അവറുകളിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന
എൻ്റെ ആചാര്യ പരമ്പരയുടെ ശ്രേഷ്ഠത കൊണ്ടും എൻ്റെ സ്വാമി തൃപാദങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഈ തിരുസ്വരൂപത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണെന്നു പറഞ്ഞുകൊണ്ടും പൂർണ്ണനായ സ്വാമിയുടെ പാദാരവിന്ദങ്ങളിൽ ഈ ഉള്ളവളുടെ എളിയ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.